ഈ BJP ഗവൺമെൻറ് വന്നതിന് ശേഷം ആരെയാണ് വരുതിയിലാക്കിയിരിക്കുന്നത്? വരും തലമുറയെ കൂടുതൽ കടത്തിലേക്കാക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കാരണം കേരളത്തിലെ തന്നെ ഫണ്ടിൻ്റെ മിസ്യൂസാണ്. അതുപോലെ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്ന പല പദ്ധതികളും സംസ്ഥാനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തതായിരിക്കുക. ഏറ്റവും വലിയ വരുമാന മാർഗമാണ് മദ്യം. അപ്പോൾ എന്തുകൊണ്ടാണ് നേരത്തെ സംസ്ഥാന ഗവൺമെൻറ് അതിനുവേണ്ടി ശ്രമിക്കാതിരുന്നത്? പല സ്കീംസും കേന്ദ്രത്തിൻ്റെ വിഹിതം വെട്ടിക്കുറച്ച് സംസ്ഥാനങ്ങളുടെ വിഹിതം വർദ്ധിപ്പിച്ചു. സൗകര്യങ്ങളെല്ലാം ഉണ്ട്, എന്നിട്ട് വന്ന് 1,05 ലക്ഷം രൂപയുടെ ഒരു ബസ് ഇതിനു വേണ്ടി മാത്രം വാങ്ങിക്കുന്നു. കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കേരളത്തിൻ്റെ കുറ്റമല്ലേ? അപ്പോൾ അങ്ങനെ ഒരു വലിയ കടത്തിൻ്റെ ഗർത്തത്തിലാണ് കേരളം പെട്ടിരിക്കുന്നത്. കേരളം ധനപ്രതിസന്ധിയിലാണെന്നാണ് കേന്ദ്രം പറയുന്നത്. പക്ഷെ അപ്പോഴും നമ്മുടെ കേരള സർക്കാർ ചെയ്യുന്നത് വീണ്ടും വീണ്ടും കടം എടുത്തുകൊണ്ട് കേരളത്തിൽ വികസനം എന്ന പേരിൽ പല പദ്ധതികളും നടപ്പിലാക്കുന്നു. അല്ലെങ്കിൽ വാർഷികം ആഘോഷിക്കുന്നത് കോടിക്കണക്കിന് രൂപകൾ കടമെടുത്തിട്ടാണ്. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിന് മുന്നോട്ട് നയിക്കാൻ വേണ്ടിയാണോ, അതോ വരും തലമുറയെ കൂടുതൽ കടത്തിലേക്കാക്കുന്ന ഒരു രീതിയിലേക്കാണ് നമ്മുടെ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്? അതായത് സംസ്ഥാന ധനപ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് കേന്ദ്രം പറയുകയല്ല, സംസ്ഥാന ഗവൺമെൻറ്റാണ് പറയുന്നത്. ഇവിടെ കടുത്ത ധനപ്രതിസന്ധി ഉണ്ട്, പക്ഷേ അതിൻ്റെ കാരണം കേന്ദ്രമാണെന്നാണ് സംസ്ഥാന ഗവൺമെൻറ് പറയുന്നത്. ഞങ്ങളുടെ കയ്യിൽ ഒരു കുഴപ്പവുമില്ല, ഞങ്ങളെല്ലാം നേരെ ചെയ്യുന്നു, പക്ഷേ കേന്ദ്രം തരാത്തത് കൊണ്ട് എന്നാണ് സംസ്ഥാന ഗവൺമെൻറ് പറയുന്നത്. അപ്പോൾ ഈ സംസ്ഥാന ഗവൺമെൻറ് പറയുന്നതാണോ ശരി, കേന്ദ്രം പറയുന്നതാണോ ശരി എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. രണ്ട് പേരുടെ ഭാഗത്തും തെറ്റുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ധനപ്രതിസന്ധിക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം കേന്ദ്രവിഹിതം വേണ്ട സമയത്ത് കിട്ടാത്തതാണ്, വേണ്ടതുപോലെ കിട്ടാത്തതാണ്. വേണ്ട സമയത്ത് വേണ്ടതുപോലെ കിട്ടാത്തത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കാരണം സംസ്ഥാന ഗവൺമെൻറ് കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ PM ശ്രീയുടെ കാര്യം തന്നെ എടുക്കുക. PM ശ്രീ എന്ന് പറയുന്നത് ഇവിടുത്തെ സ്കൂൾ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ്. അതിൻ്റെ ഫണ്ടിന് വേണ്ടി നേരത്തെ 5ാമത്തെ വർഷമാണ് ഇപ്പം ഒരു റിക്വസ്റ്റ് കൊടുത്തു, അതിനുള്ള പേപ്പേഴ്സ് മൂവ് ചെയ്തു എന്ന് പറയുന്നത്. അതായത് ഈ കഴിഞ്ഞ 4 വർഷവും ചെയ്യേണ്ടിരുന്ന വിദ്യാഭ്യാസ ചെലവുകൾക്ക് വേണ്ടി വരുന്ന ഫണ്ടാണ് ഈ 5ാമത്തെ വർഷം അത് വേണമെന്നും പറഞ്ഞ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നത്. അത് തന്നെ എന്ത് വലിയ തെറ്റാ സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്ത് നിന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് നേരത്തെ സംസ്ഥാന ഗവൺമെൻറ് അതിനുവേണ്ടി ശ്രമിക്കാതിരുന്നത്? അതിനുവേണ്ടി ശ്രമിക്കാതിരുന്നതിൻ്റെ കാരണം കേന്ദ്രം അതായത് ഒരു ഹിന്ദുത്വ അജണ്ട, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴി ഒരു ഹിന്ദുത്വ അജണ്ട ഇവിടെ കൊണ്ടുവരണം, ഇന്ത്യയിൽ കൊണ്ടുവരണം. ഇന്ത്യയെ ആകെപ്പാടെ, നമ്മളിപ്പോൾ കൂടുതലിലേക്ക് ഞാൻ പോകുന്നില്ല, അങ്ങനെ കൊണ്ടുവരണം എന്നുള്ള ചിന്ത വെച്ചിട്ടാണ് 2020 എഡ്യൂക്കേഷൻ പോളിസി കേന്ദ്ര ഗവൺമെൻറ് ഫോം ചെയ്തിരിക്കുന്നത്. ആ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കാൻ പോയാൽ കേരളത്തിൽ സാധാരണ രീതിയിൽ ഒരു ഹിന്ദുത്വ അജണ്ട ഒരിടത്തും നമ്മൾ ക്രിസ്ത്യൻ സ്കൂളുകളുണ്ട് കേരളത്തിൽ ഇഷ്ടം പോലെ, അല്ലേ? അവിടെ എവിടെയെങ്കിലും ക്രിസ്ത്യൻ അജണ്ട നടപ്പാക്കുന്നുണ്ടോ? ഒരിടത്തും ഇല്ല. ജനഗണമനയോടുകൂടിയാണ് നമ്മൾ തുടങ്ങുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഹിന്ദുത്വ അജണ്ട ഒരു കാരണവശാലും സ്കൂൾ തലത്തിൽ അപ്പം ഒരുപാട് അതിനൊത്തിരി വ്യാപ്തമായ അർത്ഥങ്ങളുള്ള മാനങ്ങളുള്ള പരിപാടികളുള്ള ഇതാണ് ഈ PM ശ്രീ പദ്ധതി വഴി ഗവൺമെൻറ് ഉദ്ദേശിക്കുക, കേന്ദ്ര ഗവൺമെൻറ് ഉദ്ദേശിക്കുക. അപ്പം അത് കാരണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് ഇവിടുത്തെ ധനപ്രതിസന്ധി കൂടിയപ്പോൾ എന്നാൽ അത് വാങ്ങിച്ചു കളയാം എന്ന് വിചാരിച്ചുകൊണ്ട് ഈ തരത്തിൽ സംസ്ഥാന ഗവൺമെൻറ് സമയത്ത് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. അതുപോലെ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്ന പല പദ്ധതികളും സംസ്ഥാനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തതായിരിക്കുക. ഇതുകൊണ്ടൊക്കെയാണ് കേന്ദ്രവും കൊടുക്കാതിരിക്കത്തക്ക രീതിയിലുള്ള സാഹചര്യം. ഇപ്പം തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പം അതായത് കേന്ദ്രം കൊണ്ടുവരുന്ന പദ്ധതികൾ ഈ BJP ഗവൺമെൻറ് വന്നതിന് ശേഷം, അതിനു മുൻപ് അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോൾ BJP ഗവൺമെൻറ് വന്നതിന് ശേഷം ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യം മാത്രം ഞാൻ ഒരു സെൻറ്റൻസ് പറയാം. 90 രൂപ കേന്ദ്രം ചെലവഴിക്കുമ്പോൾ, അതായത് 90% കേന്ദ്രം ചെലവഴിക്കുമ്പോൾ 10% മാത്രമാണ് സംസ്ഥാനം ചെലവഴിക്കേണ്ടിയിരുന്നത് ഇതുവരെ. അതായത് 2005 UPA ഗവൺമെൻറ് ആ പദ്ധതി കൊണ്ടുവന്നപ്പോൾ മുതൽ ഇതുവരെയും ഇതായിരുന്നു അവസ്ഥ. പക്ഷേ ഇപ്പോൾ മുതൽ ഇനി അങ്ങോട്ട് 60:40 എന്നാക്കിയിട്ട് ആ പ്രൊപ്പോർഷൻ മാറ്റിയിരിക്കുന്നു.
60% കേന്ദ്രവും 40%. അപ്പോൾ 30% ഫണ്ട് കൂടി സംസ്ഥാനം കണ്ടെത്തേണ്ടി വരുന്നു. അപ്പോൾ എവിടുന്ന് സംസ്ഥാനം ഇത് കണ്ടെത്തുക? അതിന് ഒരു പ്രശ്നമുണ്ട്. ഈ ധനപ്രതിസന്ധിയുടെ ഒക്കെ മൂല കാരണം എവിടെയാണ് കിടക്കുന്നതെന്നറിയാമോ? സംസ്ഥാന ഗവൺമെൻറ്റുകൾ GST വഴി ഇൻഡയറക്റ്റ് ടാക്സസ് പിരിക്കുന്നു. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സസ് പിരിക്കുമ്പോൾ GSTയുടെ പിന്നെ ഷെയറിങ് എങ്ങനെയാണ്? 50% കേന്ദ്രത്തിനും 50% സംസ്ഥാനത്തിനും. അങ്ങനെയാണ് അതിൻ്റെ ഷെയറിങ്. ഇനി ഡയറക്റ്റ് ടാക്സസ് എടുക്കുക. ഏതൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട ഡയറക്റ്റ് ടാക്സസ് എന്ന് പറയുക? ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ് മുഴുവനും സെൻട്രൽ ഗവൺമെൻറ്റിയാണ്. ഇതാണ് പ്രധാനപ്പെട്ട ഡയറക്റ്റ് ടാക്സസ്. ഈ ഡയറക്റ്റ് ടാക്സസ് മുഴുവനും പിരിച്ചെടുത്ത് കേന്ദ്ര ഗവൺമെൻറ്റാണ് ഒരു പൂൾ ആക്കുന്നത്. ആ പൂളിൽ നിന്ന് സംസ്ഥാനങ്ങളുടെ വിഹിതം, ഇത് കേന്ദ്രത്തിന് സ്വന്തമായിട്ട് ഇൻകം ടാക്സ് സ്വന്തമായിട്ട് സിറ്റിസൺസ് ഇല്ല. സംസ്ഥാനങ്ങളിലാണ് സിറ്റിസൺസ് ഉള്ളത്, സംസ്ഥാനങ്ങളിലാണ് കോർപ്പറേറ്റ്സ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട മുതലാണ് കേന്ദ്രത്തിനും. ഒരു ഫെഡറൽ സംവിധാനത്തിൽ 2 കൂട്ടർക്കും. അപ്പോൾ അത് പൂള് ചെയ്തിട്ട് അത് കൃത്യമായിട്ട് മാനദണ്ഡ പ്രകാരം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം അതിൻ്റെ വിഹിതം. കേന്ദ്രത്തിൻ്റെ വിഹിതം കേന്ദ്രം എടുക്കണം, അങ്ങനെ കൊടുക്കുന്നില്ല. കേന്ദ്രം ഈ BJP ഗവൺമെൻറ് വന്നതിന് ശേഷം മാനദണ്ഡങ്ങൾ ഫിനാൻസ് കമ്മീഷൻ വഴിയായിട്ടാണ് ഇത് ഡിവോൾവ് ചെയ്യേണ്ടത്. അതിൻ്റെ മാനദണ്ഡങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി എന്ന് വെച്ചാൽ 68 സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് ഉണ്ടായിരുന്നു 2014. അതിപ്പോൾ 28 വെട്ടിച്ചുരുക്കി. 28 സ്കീംസാക്കി, അംബർല സ്കീംസ് എന്നും പറഞ്ഞിട്ട് 68 വെട്ടിച്ചുരുക്കി 28 ആക്കിയത് എന്തിനാണെന്നറിയാമോ? ഇപ്പോൾ ഈ 90% ഉള്ളത് 90:10 ഉണ്ടായിരുന്നത് 60:40 എന്നാക്കിയതുപോലെ പല സ്കീംസും കേന്ദ്രത്തിൻ്റെ വിഹിതം വെട്ടിക്കുറച്ച് സംസ്ഥാനങ്ങളുടെ വിഹിതം വർദ്ധിപ്പിച്ചു. അങ്ങനെയാണ് 28 അംബർല. അപ്പോഴും ആരെയാണ് വരുതിയിലാക്കിയിരിക്കുന്നത്? ആരെയാണ് പ്രതിരോധത്തിലാക്കിയത്? സംസ്ഥാനങ്ങളെ. ഇനി എല്ലാ സംസ്ഥാനങ്ങളെയും പ്രതിരോധത്തിലാക്കുന്നുണ്ടോ? ഇല്ല. അതിന് വേറെ മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പോപ്പുലേഷൻ, അതായത് ഫിനാൻസ് കമ്മീഷൻ വഴി ഫണ്ട് സംസ്ഥാനങ്ങൾക്ക് ഷെയർ ചെയ്യണം, ഡെവല്യൂഷൻ എന്ന് പറയും. അങ്ങനെ ഡെവല്യൂഷൻ നടത്തുന്നതിന് 4-5 പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന് പോപ്പുലേഷൻ. അപ്പോൾ പോപ്പുലേഷൻ എന്ന് വെച്ചാൽ ഈ 2011 വരെ, ഈ 15ാം ധനകാര്യ കമ്മീഷൻ വരെയുള്ള ധനകാര്യ കമ്മീഷൻസൊക്കെ 1971 പോപ്പുലേഷനാണ്. ഞാൻ നീണ്ടുപോവുകയാണ്. 71 പോപ്പുലേഷനാണ് ബേസായിട്ട് എടുത്തിരുന്നത്. 71 പോപ്പുലേഷൻ എടുക്കുമ്പോൾ കേരളത്തിൻ്റെ പോപ്പുലേഷൻ ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ 3.83% 15ാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ ഒറ്റയടി, അതായത് BJP ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ 971 പോപ്പുലേഷൻ എടുക്കുന്നതിന് പകരം 2011 പോപ്പുലേഷൻ എടുത്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? കേരളത്തിൻ്റെ പോപ്പുലേഷൻ ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ 2.6% കുറഞ്ഞുപോയി. എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആഗ്രഹിച്ച പോപ്പുലേഷൻ പോളിസി, അതായത് റിഡ്യൂസ് ദ പോപ്പുലേഷൻ, റീപ്ലേസ്മെൻറ്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, അതായിരുന്നു ഇന്ത്യയുടെ പോപ്പുലേഷൻ പോളിസി. എന്താണ് റീപ്ലേസ്മെൻറ്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്? ഒരു ഹസ്ബൻഡും വൈഫും നേരെ മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് പറയുക, നമുക്ക് 2 കുട്ടികൾ, ഒന്ന് നിന്നെ റീപ്ലേസ് ചെയ്യാൻ, ഒന്ന് എന്നെ റീപ്ലേസ് ചെയ്യാൻ. അപ്പോൾ സ്റ്റേബിൾ പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാകും. പോപ്പുലേഷൻ എടുത്തു ചാടില്ല, താഴേക്കും പോകില്ല. അതിനാണ് റീപ്ലേസ്മെൻറ്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പോപ്പുലേഷൻ പോളിസിയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവരാൻ ആഗ്രഹിച്ചത്. ആ പോപ്പുലേഷൻ പോളിസിയുമായിട്ട് മുൻപോട്ട് പോയ സംസ്ഥാനങ്ങളാണ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. മറിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഗോവയൊഴിച്ച് മറ്റൊരു സംസ്ഥാനവും ഈ പോപ്പുലേഷൻ പോളിസി ഫോളോ ചെയ്തില്ല. അപ്പോൾ അവരുടെയൊക്കെ പോപ്പുലേഷൻ, ഉദാഹരണത്തിന് 1971 പോപ്പുലേഷൻ സെൻസസ് അനുസരിച്ച് UPയുടെ പോപ്പുലേഷൻ ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ 15% ആ 15% 17.5% 2011. അപ്പോൾ അവർക്ക് കൂടുതൽ ഷെയർ കിട്ടും. അതെ. അപ്പോൾ പോപ്പുലേഷൻ വർദ്ധിച്ചു. അതുകൊണ്ട് അവർ സമയത്ത് കേരളത്തിന് എന്ത് സംഭവിച്ചു? 3.83% പോപ്പുലേഷൻ ഉണ്ടായിരുന്നത് 2.6% ആയപ്പോഴത്തേക്കും നമ്മുടെ ഷെയർ ഒരുപാട് കുറഞ്ഞു. ഇത് തന്നെ എല്ലാ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെയും ഷെയർ കുറഞ്ഞു. അതേ സമയത്ത് ഈ UP പോലെ ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങൾക്കെല്ലാം ഷെയർ കൂടി. ബിക്കോസ് അവർ പോപ്പുലേഷൻ പോളിസി ഒന്നും ഫോളോ ചെയ്തില്ല. അപ്പം ഇന്ത്യയുടെ നയം ഫോളോ ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നതാണ് ഈ പരിപാടി.
അപ്പം അത് തെറ്റാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. അതെ. ഇനി അതുപോലെയാണ് വേറെ 3-4 നയംസ്. അപ്പോൾ ഇതിനെതിരെ ഈ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം നേരത്തെ തന്നെ ഇതിൻ്റെ ഡ്രാഫ്റ്റ് വെബ്സൈറ്റിൽ വന്നപ്പോൾ തന്നെ ഇത് കണ്ടുപിടിച്ച് പോയി. അങ്ങനെ പോയത് കാരണം കൊണ്ട് ഈ പോളിസിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയത് കൊണ്ട് ഈ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വരുമായിരുന്ന ഡിക്ലൈൻ, അതായത് നഷ്ടം കുറച്ചു. കാരണം ഈ പോപ്പുലേഷൻ്റെ കൂടെ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റും കൂടി ചേർത്തു. അതായത് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷൻ പോളിസി ഫോളോ ചെയ്തതിൻ്റെ പേരിൽ പോപ്പുലേഷന് കൊടുത്തിരുന്ന വെയിറ്റ് കുറച്ച് ആ വെയിറ്റ് പോപ്പുലേഷൻ പോളിസി ഫോളോ ചെയ്തതിനായിട്ട് നൽകി. അങ്ങനെ ഇവരുടെ നഷ്ടം കുറഞ്ഞു, അല്ലെങ്കിൽ പിന്നെയും കുറഞ്ഞേനെ. അതാണ്. അപ്പോൾ ഇത് ഗവൺമെൻറ്, അപ്പോൾ എന്തൊക്കെ തരത്തിലാണ് കേന്ദ്രം നമ്മളെ ചതിക്കുന്നത് സംസ്ഥാനങ്ങളെ? ഒന്ന്, ഈ സെൻട്രലി സ്പോൺസേഡ് സ്കീംസിൻ്റെ എണ്ണം കുറച്ച് തുക കേന്ദ്രത്തിന് അനുകൂലമായിട്ടും സംസ്ഥാനങ്ങൾക്ക് പ്രതികൂലമായിട്ടും വെട്ടിക്കുറയ്ക്കുക, അത് റീസ്ട്രക്ചർ ചെയ്യുക. ഈ ഡെവല്യൂഷൻ്റെ പ്രിൻസിപ്പിൾസ്, നോംസ് ഈ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അനുകൂലമായിട്ടും തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പ്രതികൂലമായിട്ടും മാറ്റുക. അതാണ് ഇപ്പോൾ തൊട്ട് ഞാൻ പറഞ്ഞു. ഇതുപോലെ പല മാർഗങ്ങൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ബീഹാറിൽ ഇലക്ഷൻ വന്നു. ഓരോ പെണ്ണിനും 10,000 രൂപ വെച്ച് പ്രധാനമന്ത്രിയാണ് അതായത് NDA സഖ്യമാണ് അത് കൊടുക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കണം, അവിടെ തന്നെ ഒരു വലിയ കളി കിടപ്പുണ്ട്. എന്താണ് ആ കളി എന്നറിയാമോ? ബീഹാറിൽ 890 സ്ത്രീകൾ 1000 പുരുഷന്മാർ, അതായത് സെക്സ് റേഷ്യോ ഈ പറയുന്നത് 890 സ്ത്രീകളേ ഉള്ളൂ 1000 പുരുഷന്മാർക്ക്. മറിച്ച് കേരളത്തിലാണെങ്കിലോ 1085 സ്ത്രീകളുണ്ട് 1000 പുരുഷന്മാർക്ക്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടികളെ ഭ്രൂണത്തിലെ ഹത്യ ചെയ്യുന്ന സ്വഭാവമില്ല. അതേസമയത്ത് അത് ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഭയങ്കരമായിട്ടുണ്ട്. എന്നിട്ടും അത് മാത്രവുമല്ല, ഈ ഇലക്ഷൻ വരേണ്ട സമയമായപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചത്? ബീഹാറിൽ പട്ടിണി, തൊഴിലില്ലായ്മ, മറ്റെല്ലാം കാരണം കൊണ്ട് അവിടുത്തെ പുരുഷന്മാരെല്ലാം കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരാരും ഇലക്ഷൻ അവിടെ ഇല്ല. അവിടെ ആരാ ഉള്ളത്? അവിടുത്തെ സ്ത്രീകൾ, 1.5 കോടി സ്ത്രീകൾ. ആ 1.5 കോടി വോട്ടേഴ്സായിട്ടുള്ള സ്ത്രീകൾക്കും 10,000 രൂപ വീതം കൊടുത്തപ്പോൾ 15,000 കോടിയാണ് ഒറ്റയടിക്ക് ഫ്രീ ബീസായിട്ട് കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ അതായത് ഈ ഫ്രീ ബീസ് കൊടുക്കാനുള്ള പണം കേന്ദ്രത്തിന് എവിടുന്നാണ് കിട്ടിയത്? എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഡയറക്റ്റ് ആക്സസ് ആയിട്ട് കളക്ട് ചെയ്യുന്ന ഫണ്ടാണ് ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏത് ഗവൺമെൻറ്, ഇപ്പോൾ ഈ ഗവൺമെൻറ് ഫ്രീ ബീസ് കൊടുത്താലും, ഇപ്പോൾ ക്ഷേമ പെൻഷനുകളൊക്കെ വർദ്ധിപ്പിച്ചു, അത് പോട്ടെ, അത് നല്ലത് തന്നെ, 60+ പോപ്പുലേഷനാണ്. മറ്റേ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് 1000 രൂപ പ്രതിമാസ പെൻഷൻ. എന്തിനാണ്? തനിക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യമില്ലേ? അതായത് ആ കാറ്റഗറിപ്പെട്ട കുട്ടിയല്ലേ ഹർഷ. അപ്പോൾ ഹർഷയ്ക്ക് 1000 രൂപ അങ്ങനെ തരേണ്ട ആവശ്യമില്ലല്ലോ. അത് തന്നെ മടിച്ചിയാക്കും. അങ്ങനെ കൊടുക്കാൻ പാടില്ല ഗവൺമെൻറ്. അതാണ് സുപ്രീം കോടതി ഫെബ്രുവരി 17-ന്, അതായത് ഈ ബീഹാറിലേക്കുള്ള ഓഫർ പിന്നെ നരേന്ദ്രമോദി പറഞ്ഞതിന് ശേഷമാണ് സുപ്രീം കോടതിയിൽ ഒരാൾ ഇങ്ങനെ ഫ്രീ ബി കൊടുക്കുന്നതിനെതിരായിട്ട് ഹർജി ചെയ്തു. അപ്പോൾ ഇപ്പോൾ റിട്ടയർ ചെയ്ത ചീഫ് ജസ്റ്റിസ്, കഴിഞ്ഞ മാസം റിട്ടയർ ചെയ്ത ചീഫ് ജസ്റ്റിസിൻ്റെ വിധി ഉണ്ടായിരുന്നു, അങ്ങനെ കൊടുക്കുന്നത് തെറ്റാണ്. പക്ഷേ സുപ്രീം കോടതി അതിൽ ഇടപെടുന്നില്ല. കാരണം ഇടപെടുന്നതിന് പരിധികളുണ്ട് എന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇടപെട്ടത്. അതായത് എന്തുകൊണ്ട് കൊടുത്തുകൂടാ ഫ്രീ ബീസ്? അങ്ങനെ കൊടുത്താൽ പിന്നെ ജനതയെ മടിയന്മാരും മടിച്ചുകളുമാക്കി മാറ്റും എന്നാണ് പറഞ്ഞത്. അത് കേട്ടിട്ടാണ് മുഖ്യമന്ത്രി ഇവിടെ ഈ പറഞ്ഞ കണക്ക് ഈ 1000 രൂപ വീതമൊക്കെ പിന്നെയും ഇവിടെ പറഞ്ഞത്. വെച്ചാൽ കോടതി പറയണമെന്ന് പ്രശ്നമല്ല, കോടതി അരുത് എന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യില്ല. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പറഞ്ഞു, കേരളം മാത്രമല്ല ഇന്ത്യയിലെ ഒട്ടാകെ സംസ്ഥാനം, നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൽ എടുക്കുമ്പോൾ കേരളത്തിൽ ഈ ഒരു ധനപ്രതിസന്ധിക്കുള്ള പ്രധാന കാരണം ഈ പറഞ്ഞ കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുള്ള ചില നീക്കങ്ങൾ തന്നെയാണ് എന്നുള്ളത്. അല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല, ഞാൻ അങ്ങനെ പറഞ്ഞതുമില്ല. അതായത് കേന്ദ്ര സർക്കാർ ഒരു ഭാഗമാണ്. കേരളത്തിലെ ധനപ്രതിസന്ധിയുടെ പ്രധാന കാരണം കേരളത്തിലെ തന്നെ ഫണ്ടിൻ്റെ മിസ്യൂസാണ്. അതായത് ഖജനാവിലേക്ക് വരുന്ന ഫണ്ട് എങ്ങനെ ദുർവിനിയോഗം ചെയ്യുക. അതായത് നമ്മൾ CAG റിപ്പോർട്ട് നോക്കണം. ഈ കഴിഞ്ഞ വർഷങ്ങളിലെയൊക്കെ, ഈ കഴിഞ്ഞ 10 വർഷത്തെ CAG റിപ്പോർട്ട്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടും ആക്ടിവിറ്റീസും ഓഡിറ്റ് ചെയ്യും, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് യൂട്ടിലൈസേഷനും ഓഡിറ്റ് ചെയ്യും.
അത് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നത്, അല്ലാണ്ട് അങ്ങനെ പാർശ്വം പിടിക്കുന്നവർ കാണും ചിലപ്പോൾ, സാധാരണ. അപ്പോൾ ആ CAG തന്നെ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൻ്റെ ദുർവിനിയോഗം വെച്ചാൽ അവർ ഫണ്ടൊക്കെ വകമാറ്റി ചെലവഴിക്കുന്നു. അതിനൊരു നല്ല എക്സാമ്പിൾ ഞാൻ പറയാം ഹർഷയോട്. ഈ അടുത്ത നാളിലാണ് വേൾഡ് ബാങ്ക് എന്ന് വെച്ചാൽ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഇന്ത്യയുടെ സമഗ്ര കാർഷിക വികസനത്തിന് വേണ്ടി ഒരു വലിയ ഫണ്ടിങ് നടത്തുന്നു ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. അതിൽ കേരള സംസ്ഥാനത്തിൻ്റെ ഷെയർ ആദ്യ ഗഡു കഴിഞ്ഞ ഈ അതായത് 2-3 മാസം മുമ്പ്, അതായത് 25 തീരുന്നതിന് മുൻപ് 3-4 മാസമായി ആ കേസ്, 4-5 മാസമായി വന്നിട്ട് അന്ന് പിന്നെ കൃഷിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു B. അശോക് IAS. B. അശോക് പോലും അറിയാതെ ആ ഫണ്ട് വക മാറ്റി. അങ്ങനെ B. അശോക് അത് പുറത്തു വിട്ടു. അയാളെ സ്ഥാനം മാറ്റി. അതിനെതിരെ അയാൾ ട്രൈബ്യൂണലിൽ പോയി, IAS-കാരനായത് കാരണം. എന്നിട്ട് അങ്ങനെ ആ കളി ഇതുവരെ തീർന്നിട്ടില്ല, ഇപ്പോഴും നടത്തുകൊണ്ടിരിക്കുക. അപ്പം ഈ തരത്തിൽ ഈ കാര്യം ഏത് തരത്തിലുള്ള വകമാറ്റലും CAG റിപ്പോർട്ടുകൾ എടുത്തു നോക്കിയാൽ വസ്തുനിഷ്ഠമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ധനപ്രതിസന്ധിയുടെ വേറെ ഒരു കാരണം, സാധാരണ എല്ലാവരും മനസ്സിലാക്കാത്ത ഒരു കാരണമാണ്. അതായത് ഇവിടെ 140-ലധികം പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. അതിലെ ഇതിനകത്ത് തന്നെ എൻ്റെ കൃത്യമായ കണക്കുകളുണ്ട്. അതിൻ്റെ അകത്തെ ബഹുഭൂരിപക്ഷം പൊതുമേഖലാ സ്ഥാപനങ്ങളും നഷ്ടത്തിൽ ഓടുന്നു എങ്കിൽ പോലും ആ പൊതുമേഖലാ സ്ഥാപനങ്ങളെയൊക്കെ ശമ്പളവും പെൻഷനും ഒക്കെ പെൻഷനില്ല, അവർക്ക് ശമ്പളം കൊടുക്കാനൊക്കെ സർക്കാർ പൈസ കൊടുക്കും. എന്നുവെച്ചാൽ സർക്കാർ അതിനകത്ത് 10,000 കോടിയിലധികമാണ് സർക്കാരിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൽ. പിന്നെ അതുപോലെ ഒരുപാട് തരത്തിലുള്ള അതായത് അതിലൊക്കെ ഇവരുടെ ആൾക്കാരെ തിരികെ കയറ്റും ഗവൺമെൻറ്. അങ്ങനെ ഒരുപാട്, അതായത് ഈ പിൻവാതിൽ നിയമനമൊക്കെ നടത്തിയാണ് ഇത്തരം, അതിനു വേണ്ടിയാണ് ഇതിനെയൊക്കെ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് അപ്പോൾ അതിനൊക്കെ വരുന്ന ചിലവുകളെല്ലാം സർക്കാർ ഖജനാവിൽ നിന്നാണ് പോകുന്നത്. അങ്ങനെയാണ് ഈ വക മാറ്റി. അപ്പോൾ നമ്മളിപ്പോൾ കൃഷിക്ക് കൊടുക്കേണ്ടിയിരുന്ന ഫണ്ട് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിനായിരിക്കും ചിലപ്പോൾ പോകുന്നത്, അല്ലെങ്കിൽ കൃഷിക്ക് കൊടുക്കേണ്ടിയിരുന്ന ഫണ്ട് എൻ്റെ കേരളം പ്രോഗ്രാമിനായിരിക്കും പോകുന്നത്, അതും അല്ലെങ്കിൽ നവകേരള സദസ്സിനായിരിക്കും പോകുന്നത്, അതും അല്ലെങ്കിൽ എന്താ പറയുക, പിന്നെ ടൈംസ് സ്ക്വയറിൽ വെച്ച് നടത്തിയല്ലോ ലോക കേരള സഭ, അതിനായിരിക്കും പോകുന്നത്. അങ്ങനെ നിരവധി ആവശ്യങ്ങളൊക്കെ, അതായതൊക്കെ ഗവൺമെൻറ്റിൻ്റെ മുഖം മിനുക്കാൻ പര്യാപ്തമായ ഒരുപാട് പരിപാടികൾ, റീൽസ്, അങ്ങനെയൊക്കെ അങ്ങ് പോകും ഈ ഫണ്ട്. ഇനി ഉദാഹരണത്തിന് നമുക്ക് നവകേരള സദസ്സ് തന്നെ എടുക്കാം. ഫണ്ട് എങ്ങനെ ദുർവിനിയോഗം ചെയ്യുമെന്ന്. എല്ലാ മന്ത്രിമാർക്കും ഒന്നാന്തരം വണ്ടിയും സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. എന്നിട്ട് വന്ന് 1,05,00,000 രൂപയുടെ ഒരു ബസ് ഇതിനു വേണ്ടി മാത്രം വാങ്ങിച്ചു കഴിഞ്ഞ് അതിൽ പിന്നെയും ഒരുപാട് തരികടപ്പണികൾ ചെയ്യുന്നു സൗകര്യങ്ങൾ കൂട്ടാൻ. അപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു ശരി, എല്ലാവരും കൂടി ആ ഒരു ബസ്സിൽ പോയിക്കോളുമല്ലോ യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ അത് നടന്നില്ല. ബസ്സിൽ പോകുന്നു, അതിൻ്റെ ഒപ്പം തന്നെ എല്ലാ മന്ത്രിമാരുടെയും അകമ്പടി വാഹനങ്ങളും ഒക്കെ പുറകെ പോകുന്നു. അത് ദൂരത്തല്ലേ, ഇതിനൊക്കെ വേണ്ടിയ ഫണ്ട്. അതിന് അതുപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്തിടെ ഈ ഇലക്ഷൻ ഇങ്ങനെ വരുമെന്ന് അവർ വിചാരിച്ചില്ല. ഈ ഇലക്ഷനിൽ അവർക്ക് ഭയങ്കര ഭൂരിപക്ഷം കിട്ടുമെന്നാണ് LDF വിചാരിച്ചത്. അതുകൊണ്ടാണ് 1,10,00,000 രൂപ ധനവകുപ്പ് 2 ആഴ്ച മുമ്പാണ് അനുവദിച്ചത്. ആർക്ക്? മുഖ്യമന്ത്രിക്ക്. അതാണ് 2 കാർ മേടിക്കും. ഒന്നിനല്ല 2 കാർ വാങ്ങിച്ച. 2 കാറുകൾ 1 കോടിയിൽ പരം വില കൊടുത്ത് വാങ്ങിച്ച, അതായത് 50 ലക്ഷത്തിൻ്റെ വില കൊടുത്ത് വാങ്ങിച്ച 2 കാറുകൾ 3 വർഷമായിട്ടേ ഉള്ളൂ. അപ്പോഴാണ് വീണ്ടും 2 കാറുകൾ. അപ്പോഴാണ് നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കേണ്ടത്. തിരുനെല്ലി കേട്ടിട്ടില്ലേ? തിരുനെല്ലി എന്നൊരു സ്ഥലം, വയനാട്, നോർത്ത് വയനാട്, ആദിവാസികളുടെ അതായത് ഒരു പുണ്യസ്ഥലവും കൂടിയാണ്. ചിതാഭസ്മൊക്കെ കൊണ്ട് ഒഴുകുന്ന രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മൊക്കെ. അവിടെ ഒരു ട്രൈബൽ പബ്ലിക് സ്കൂള് 129 പെൺകുട്ടികൾ 3 മുറികളിൽ താമസിക്കുന്നു. ഒരൊറ്റ ശുചിമുറി. ഈ നാട്ടിലാണെന്ന് ഓർക്കണം. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന മുഖ്യമന്ത്രി ആണെന്ന് എപ്പോഴും പറയുമല്ലോ. ഇത് പത്രത്തിലൊക്കെ വന്ന കാര്യമാണ്. 129 പെൺകുട്ടികൾ 3 മുറിയിൽ കഴിയുന്നു. അത് എങ്ങനെയുള്ള മുറിയായിരിക്കും എന്നറിയാമല്ലോ. ട്രൈബൽ പബ്ലിക് സ്കൂളിന് വേണ്ടി ചെയ്യുന്ന അതൊക്കെയാണ്. ഒരു ശുചിമുറി 129 പെൺകുട്ടികൾ. ഓർക്കണം, 129 ആൺകുട്ടികൾക്കാണെങ്കിൽ അവർക്ക് എവിടെയും പോയി ആ കാര്യങ്ങൾ നടത്താം. പക്ഷെ പെൺകുട്ടികൾക്ക് അതൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു ധനപ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട ഹേതു സംസ്ഥാന ഗവൺമെൻറ് തന്നെയാണ്. സംസ്ഥാന ഗവൺമെൻറ് തന്നെയാണ് എന്ന് പറയുന്നത് വെറുതെ അല്ല.
അതായത് യു ലുക്ക് അറ്റ് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, അതുപോലെ തന്നെ കർണാടക, ഇവരൊക്കെ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ഒക്കെ ബാധിക്കുന്നതാണെന്ന്. അവിടെ എങ്ങും ധനപ്രതിസന്ധി ഇല്ല. അതെ, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കേരളത്തിൻ്റെ കുറ്റമല്ലേ പ്രധാനമായിട്ടും. അപ്പോൾ കേന്ദ്രം ഒരു കാരണമാണെന്നുള്ളത് സംശയമില്ല. പക്ഷേ അതിനേക്കാളുപരി സംസ്ഥാന തന്നെ പ്രധാന കാരണം അതാണ്. അപ്പോൾ ഇവിടെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ധനപ്രതിസന്ധിയെ പരിഹരിക്കണമെങ്കിൽ അതായത് വരുമാന സമാഹരണം എങ്ങനെയായിരിക്കണം, അത് ചെലവഴിക്കൽ എങ്ങനെയായിരിക്കണം, ഇതിൽ രണ്ടിലും വളരെ കർശനമായ ഇത് വേണം. ഇത് രണ്ടിടത്തും ഒരു ഗ്രേറ്റ് ഫെയിലിയറാണ്. മുഖ്യമന്ത്രി എന്ത് പറഞ്ഞുകൊണ്ടായിരുന്നു ആദ്യ ഭരണത്തിൽ വന്നത്? എഫിഷ്യൻസിക്ക് പ്രാധാന്യം കൊടുക്കും എന്നാ പറഞ്ഞാൽ വന്നത്. പക്ഷേ എഫിഷ്യൻസിക്ക് ഒരു പ്രാധാന്യമില്ല. ഓരോ ബഡ്ജറ്റും എടുത്ത് നോക്കിക്കോളൂ. ബഡ്ജറ്റിൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ട്. ഇത് എടുത്ത് വേണമെങ്കിൽ ഒരു ഫോട്ടോ കോപ്പി എടുത്തോ ഇതിൻ്റെ. എന്തിനാണ് ഫോട്ടോ കോപ്പി എടുക്കേണ്ടതെന്ന് അറിയാമോ? അതായത് ഇൻഎഫിഷ്യൻസിയുടെ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തൊരു ടേബിളുണ്ട്. ആ ടേബിൾ പറയുന്നത് പിരിച്ചെടുക്കാനുള്ള കുടിശ്ശികയെ പറ്റി. ടേബിൾ A39. ഇതൊക്കെ എന്നെ ചർച്ചയ്ക്ക് വല്ലവരും വിളിക്കുമ്പോൾ നേരെ പറയുന്നതാണ് ഞാൻ. ടേബിൾ A39 ഈ ബഡ്ജറ്റ് 2025-26 പിരിച്ചെടുക്കാനുള്ള കുടിശ്ശിക 27,814.202 crore. ഈ ടേബിൾ ഇതിൻ്റെ ഇവിടെയുണ്ട്. ടോട്ടൽ പിരിച്ചെടുക്കാനുള്ള അതിനകത്ത് കോടതിയിലോ ട്രൈബ്യൂണലിലോ ഒന്നും പോകാത്ത ചിലർ കുടിശ്ശിക അടയ്ക്കാൻ പറയുമ്പോഴത്തേനും കോടതിയിൽ പോകും, ട്രൈബ്യൂണലിൽ പോകും. അതൊന്നും ചെയ്യാത്ത എമൗണ്ട് തന്നെ 16,201.92 കോടിയാണ്. ടേബിൾ A39 കേട്ടോ. നോക്കണമെങ്കിൽ എപ്പോഴും ഇത് ഇങ്ങനെയുള്ള ചില ടേബിൾസ് എടുത്ത് നോക്കിയാൽ കരുതി വെച്ചാൽ തനിക്ക് തൻ്റെ പരിപാടികൾ ചെയ്യാൻ നല്ല സഹായമാണ്. അപ്പോൾ അങ്ങനെ A39, A40 അങ്ങനെ ഏതെങ്കിലും ടേബിളായിരിക്കും അത്. ഇതിപ്പോൾ A39 ആണ് ഈ ടേബിൾ. അപ്പോൾ ഇത് കാണിക്കുന്ന ഈ കുടിശ്ശിക പിരിച്ചെടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? സമയത്ത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു മനുഷ്യൻ ഇടുക്കി ആ ഭാഗത്ത് നിന്ന് ഒരു തഹസിൽദാർ ഇതായിട്ട് ജോലിയിലേക്ക്, അതായത് ട്രാൻസ്ഫറായി അവിടെ ഇടുക്കിയിൽ, ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി, ചെന്ന് കഴിഞ്ഞ് ഒരു 8-10 മാസം മുമ്പാണ് ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ മാർച്ച് ആകാറായി. അപ്പോൾ മാർച്ച് 31 മുമ്പായിട്ട് April 1 ആകുമ്പോൾ പുതിയ വർഷം. അപ്പോൾ കുടിശ്ശിക അടയ്ക്കണം. അങ്ങനെ കുടിശ്ശിക അടയ്ക്കാൻ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിനോട് ഫോണിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, നീ ആ സ്ഥാനത്തിരിക്കില്ല, നീ ജീവനോടെ ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയത് പത്രത്തിലൊക്കെ വന്ന വാർത്തയാണ്. അതായത് പിരിക്കുന്നതിൽ കാര്യക്ഷമത കാണിക്കുന്നത് ആ മനുഷ്യൻ, ആ തഹസീൽദാർ കാണിച്ചത് അതിൻ്റെ കാര്യക്ഷമതയാണ്. ആളെ വിളിച്ച് നിങ്ങൾ ഇത്ര കുടിശ്ശിക അടയ്ക്കാനുണ്ട്, അത് ഇന്ന ദിവസത്തിനകം അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് അയാളെ തന്നെ ഞാൻ ശരിപ്പെടുത്തും എന്നും പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തുക ചെയ്തു. പക്ഷേ അത് കേസായി. പിന്നെ മാറ്റുകയൊക്കെ എന്തൊക്കെ ചെയ്ത് അടച്ചു കാണും. അല്ലെങ്കിൽ പിന്നെ അടച്ചില്ലെങ്കിൽ തന്നെയും ഇതാണ് കാര്യം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കാര്യക്ഷമത എന്താണ്? തഹസിൽദാർ ഇത് വിളിച്ചറിയിക്കുന്നു, അതാണ് കാര്യക്ഷമത. എന്നിട്ട് അത് പിരിച്ചെടുക്കണം. ഇല്ലെങ്കിൽ അയാൾക്കെതിരെ കേസിന് പോകണം. അങ്ങനെ പോലും ചെയ്യത്തില്ല. അപ്പോൾ ഇങ്ങനെ വരട്ടിയും അങ്ങനെ ഇങ്ങനെയൊക്കെ പിന്നെ അങ്ങനെ അങ്ങ് മുൻപോട്ട് പോകും. അപ്പോൾ എന്താണ്, കാര്യക്ഷമത ഇല്ലായ്മയാണ് വരുമാന സമാഹരണത്തിൽ പറ്റുന്ന പാളിച്ച. ഈ വരുമാന സമാഹരണത്തിലെ കാര്യക്ഷമതയില്ലായ്മ പിന്നെ മറ്റൊരുപാട് കള്ളക്കളികളുണ്ട്. ഇപ്പോൾ ക്വാറി മാഫിയയുമായിട്ട് കൈ കോർക്കുന്നു. ക്വാറി മാഫിയയുമായിട്ട് കൈ കോർത്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങളൊക്കെ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയിൽ ഇരുന്ന സമയത്ത് ഗവൺമെൻറ്റിന് കൊടുത്ത നിർദ്ദേശം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, 1 pass 1 load കല്ല് എന്നാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ പാസ് ആക്കണം. ഡിജിറ്റൽ പാസ്സാക്കി കഴിഞ്ഞാൽ ഈ പിന്നെ കോൺട്രാക്റ്റ് എടുത്ത് അവന് ഒരു ലോഡ് കല്ലിറക്കുമ്പോൾ ആ പാസ് പോവും, അടുത്തല്ലോ. അപ്പോൾ എത്ര പാസ് ചിലവാകുന്നു അതിനനുസരിച്ച് അത്ര ലോഡ് കല്ലേ പോവുള്ളൂ. കൃത്യമായിട്ട് ഖജനാവിൽ പണം എത്തും. ഇത് ഇവിടെയൊക്കെ നിങ്ങൾക്കറിയില്ല, ട്രിവാൻഡ്രത്തൊക്കെ വലിയ സാഗരം പോലെയാണ് കല്ല് വെട്ടി ഇറക്കിക്കൊണ്ട് പോയത്. ചെറിയ അതായത് ഒരു എമൗണ്ട്, ഒരു 2 ലക്ഷം എന്ന് മറ്റു പറഞ്ഞിട്ടൊരു എമൗണ്ട് ഉണ്ട്. അത് അടച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ. അങ്ങനെയാണ് കേരളം മുഴുവനും അറബിക്കടലിലേക്ക് പോകുമെന്ന് എപ്പോഴും പറയുന്നത്. ആ തരത്തിലാണ് ക്വാറി മാഫിയ. അതുപോലെയാണ് എല്ലാ മണൽ മാഫിയ. ഇതൊക്കെ ഇതുപോലെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അപ്പോൾ ഇത്രയും പ്രതിസന്ധിയുള്ള ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പം കേരളത്തിന് നമുക്കറിയാം, നേരത്തെ മാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ ഈ പറയുന്ന LDF സർക്കാർ ഇനി എത്ര നാൾ ഈ ഒരു അധികാരത്തിലിരിക്കുമെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ അടുത്ത തവണ ഭരണം മാറി വന്നേക്കാം.
ഒരു സാഹചര്യത്തിലും ഇത്രയും കടക്കണിയിൽ നിന്നും പിന്നീട് ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നും എങ്ങനെ മറികടക്കണം എന്നുള്ളൊരു അവസ്ഥ കൂടി ഉണ്ടല്ലോ. അതിനി എന്താണ് കേരളത്തിന് ചെയ്യാൻ സാധിക്കുന്ന ഒരു മാർഗം? അതായത് അതിനു വേണ്ടിയാണ് കേരളം പോലും ഒരു സംസ്ഥാനവും കടക്കണിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെൻറ് FRBM ആക്ട് കൊണ്ടുവന്നു. ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് 2002 കൊണ്ടുവന്നു. ആ 2002 ആക്ട് പറയുന്നത് നമ്മുടെ ഒരു വർഷം എടുക്കുന്ന കടം എന്ന് പറയുന്നത് GSDP എന്ന് വെച്ചാൽ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, നമ്മുടെ ആഭ്യന്തര മൊത്ത വരുമാനം, അതിൻ്റെ 3% ഒരു വർഷം കടമെടുക്കാം എന്നാണ്. അത് പോരാ, 3 വർഷം പോരാ, അത് 3.5 ആക്കണം, 4 ആക്കണം എന്ന് പറഞ്ഞ് എപ്പോഴും സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്രത്തിൽ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കേന്ദ്രം അത് സമ്മതിക്കാത്തത് കാരണം കൊണ്ടാണ് കിഫ്ബിയും KSSPയും. കിഫ്ബി എന്ന് വെച്ചാൽ എന്താണ്? ഈ അടുത്തിടെ വലിയ പ്രശ്നമായതാണ് കിഫ്ബി അല്ലേ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്. അത് ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ, അത് മൂലധന നിക്ഷേപത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ മൂലധന നിക്ഷേപത്തിന് വേണ്ടി കൊണ്ടുവന്നതാണെന്ന് പറയുന്ന അതുവഴി 90,000 കോടിയിലധികം കടമാണ് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തുടങ്ങിയ കാലം, അതിനെപ്പറ്റി ഒത്തിരി പറയാനുണ്ട്, ഞാൻ അത് ഇപ്പം നേരെ ഇല്ലാത്തതെന്ന് പറയുന്നില്ല. തുടങ്ങിയ കാലത്ത് തന്നെ CAG എന്ത് പറഞ്ഞു എന്നറിയോ? ഇത് വളരെ അപകടമാണ്, ഇതിനകത്ത് കിഫ്ബിയിലേക്ക് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെ ഗവൺമെൻറ്റാണ് ഇതിൻ്റെ സ്പോൺസർ എന്നതുകൊണ്ട് സോവറിൻ ബോണ്ടാണ്, അതുകൊണ്ടാണ്. പിന്നെ സംസ്ഥാന ഗവൺമെൻറ് ഫെയിലായൊന്നും ഇതിന് കൊടുത്തു തീർക്കാനെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ബെയിൽ ഔട്ട് ചെയ്യും, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെയല്ല ഇതിൻ്റെ ഭാരം ഫ്യൂച്ചർ ജനറേഷനിലാണ് വരിക എന്നൊക്കെ പറഞ്ഞിട്ട് സമ്മതിക്കാതെയാണ് ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ വഴി കഴിഞ്ഞ 10 വർഷം കൊണ്ട് 92,000 കോടിയിലധികം എടുത്തിരിക്കുന്നത്. 93,000 കോടിക്ക് അടുത്ത് കടമെടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വരുന്ന തലമുറയിലാണ് വീഴുക. ഈ ഇപ്പോൾ എടുത്തിരിക്കുന്ന തലമുറ, പിണറായി വിജയനും ഞാനും തോമസ് ഐസക്കും ഒക്കെ ചേരുന്ന തലമുറ എന്ന് പറയുന്നത് കാലഹരണപ്പെടുന്ന തലമുറയാണ്. നിങ്ങളുടെ തലമുറയും നിങ്ങളുടെ കുട്ടികളുടെ തലമുറയാണ് ഇതൊക്കെ വഹിക്കേണ്ടി വരിക. അപ്പോൾ അങ്ങനെയുള്ള ഒരു 92,000 കോടി എന്ന് ഓർക്കണം. ഇനിയുണ്ട് കേരള സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്, അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ വേണ്ടി KSSPL, കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്നൊരു കമ്പനിയും ഫോം ചെയ്തിട്ടുണ്ട്. അതുവഴി എടുക്കണ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനാണ്. പക്ഷേ എല്ലാ പ്രാവശ്യവും ആ ഫണ്ട് വകമാറ്റുന്നത് കാരണം കൊണ്ട് എന്ത് സംഭവിക്കുന്നു? പെൻഷൻ എപ്പോഴും കുടിശ്ശികയാണ്. എന്നിട്ട് എവിടെന്നെങ്കിലും കടം മേടിച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കിഫ്ബിയും ഈ KSSPLും ഒക്കെ ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വലിയ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽഡായിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. അത്രയ്ക്കും ഇതൊക്കെയാണ് സംസ്ഥാനത്തെ കടത്തിൽ ഈ 3% കടത്തിൽ നിർക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. എന്നിട്ട് തന്നെ ഇതിനകത്ത് വേറൊരു ടേബിളുണ്ട് ബഡ്ജറ്റ് ഇൻ ബ്രീഫിൽ തന്നെ, ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഓഫ് ദ സ്റ്റേറ്റ്. അത് ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഓഫ് ദ സ്റ്റേറ്റ്, അതായത് ടേബിൾ A7 ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്ക്. ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഈ 29, അതായത് ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ് എന്ന് പറയുന്നത് സഞ്ചിത കടം. 1956 സംസ്ഥാനം ഫോം ചെയ്ത മുതൽ വാങ്ങിക്കുന്ന കടം കൂട്ടിച്ചേർക്കപ്പെടുന്ന, അരിയർ കൂട്ടിച്ചേർക്കപ്പെടുന്നതാണ് ഈ സഞ്ചിത കടം എന്ന് പറയുന്നത്. അത് GSDPയുടെ 29% നിജപ്പെടുത്തണം, അതിന് മുകളിൽ പോകാൻ പാടില്ലെന്നാണ്. അത് 38% വരെ ആയിപ്പോയ വർഷങ്ങളുണ്ട് ഈ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത്. ഈ വർഷത്തെ ബജറ്റ് ഡോക്യുമെൻറ്റിൽ തന്നെ കിടക്കുന്നു 33.77% സഞ്ചിത കടം. ഈ സഞ്ചിത കടത്തിനും ഓവർ ആൻഡ് എബവ് ആണ് കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും. അങ്ങനെ എല്ലാം കൂടി 6,000 കോടിയിൽ 6 ലക്ഷം കോടിയിൽ എത്തി നിൽക്കുകയാണ് കേരളത്തിൻ്റെ കടം ഇപ്പോൾ തന്നെ. അപ്പോൾ CAG എന്താ പറയണമെന്നറിയാമോ? ഈ കടം മേടിക്കുന്ന പണവും, അതായത് ബജറ്റ് വഴി, കിഫ്ബി വഴിയല്ല, ബജറ്റ് വഴി കടം മേടിക്കുന്ന പണം 98% പലിശ കൊടുക്കാനാണ് ഉപയോഗിക്കുന്നത്. അതെന്തിനാണ് കടം മേടിക്കുന്നത്? സാമ്പത്തിക ശാസ്ത്രം പറയുന്നത് കടം മേടിക്കുന്നത് മൂലധന നിക്ഷേപത്തിനായിരിക്കണം. ഒന്നുകിൽ സോഷ്യൽ മൂലധനം എന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിലോ ആരോഗ്യത്തിലോ, അതുമല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിൽ. അതായത് നമ്മുടെ എന്താ പറയുക, ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ അതിലോ ഇതിനായിരിക്കണം, ഈ പറയപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയായിരിക്കണം കടം മേടിക്കുന്നത്. പക്ഷേ ഇവിടെ കേരളം കടം മേടിക്കുന്നത് 98% വാങ്ങിച്ച കടത്തിൻ്റെ പലിശ കൊടുക്കാൻ.
ഇപ്പം തന്നെ 6 ലക്ഷം കോടി കടമായെന്ന് പറഞ്ഞാൽ 6 ലക്ഷം കോടിയുടെയും പലിശ കൊടുത്തുകൊണ്ടിരിക്കണം. അതാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ കടത്തിൻ്റെ ഗർത്തത്തിലാണ് കേരളം പെട്ടിരിക്കുന്നത്. ഇനി ഇപ്പോൾ പിണറായി വിജയൻ ഗവൺമെൻറ് ഇറങ്ങിയിട്ട് UDF ഗവൺമെൻറ് വരുന്നെങ്കിലും അവർക്കും ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റാത്തത്ര വലിയ കടക്കെണിയിലാണ് കേരളം പെട്ടിരിക്കുന്നത്. ഇപ്പോൾ റിക്കവറാകാനുള്ള മാർഗം എന്ന് വെച്ചാൽ റവന്യൂ മൊബിലൈസേഷൻ എത്രയും കൂട്ടുക. അതെങ്ങനെയാണ് കൂട്ടാൻ പറ്റുക? ഇവിടെ എല്ലാ ടാക്സസും അതിൻ്റെ മൂർധന്യത്തിൽ ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് കയ്യിലേക്ക്, അതായത് നമ്മുടെ ഇൻഡയറക്റ്റ് ടാക്സസിൽ 50%-ത്തിലധികവും GST വഴിയാണ് പിരിച്ചെടുക്കുന്നത്. പിന്നെ ഒരു 50% സംസ്ഥാനം തന്നെ ഇപ്പോഴും പിരിച്ചെടുക്കുന്നുണ്ട്. ഇന്ധന നികുതി, അതുപോലെ തന്നെ, അതായത് ഇന്ധന നികുതി വെച്ചാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി. പിന്നെ മദ്യം, ഏറ്റവും വലിയ വരുമാന മാർഗമാണ് മദ്യം. അതായത് നമ്മുടെ സംസ്ഥാന വരുമാനത്തിൻ്റെ നികുതി വരുമാനത്തിൻ്റെ 25 മുതൽ 35% വരെ, കുറഞ്ഞ പക്ഷം 30% വരെ കിട്ടുന്നത് മദ്യത്തിൽ നിന്നാണ്. ആ മദ്യത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയില്ലാത്ത അത്ര ഉയർന്ന വിലയാണ് ഇവിടുത്തെ വില. ഇനി ഈ വില കൂട്ടാൻ ഒക്കില്ല, എന്നിട്ടും വില കൂട്ടണമെന്ന് പറയാറുണ്ട്. അങ്ങനെ പറയുന്ന സമയത്ത് തന്നെ ഞങ്ങളെപ്പോലുള്ളവർ പറയാറുണ്ട്, കൂട്ടരുത്, കൂട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ടാക്സ് കാസ്കേഡിംഗ് എന്ന് പറഞ്ഞ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അതായത് ഇവിടെ ടാക്സും വിലയും കൂടും, ടാക്സ് കൂടിയാൽ വില കൂടും. തൊട്ടയൽ സംസ്ഥാനത്ത് ടാക്സും വിലയും കുറയും. അപ്പോൾ എന്ത് ചെയ്യും? കുടിയന്മാർ കമ്പനിയായി വണ്ടി പിടിച്ച് അവിടെ പോയി കുപ്പികളും ഇഷ്ടം പോലെ വാങ്ങിച്ചു കൊണ്ടുവന്ന് അപ്പം നമുക്ക് ഇവിടെ കിട്ടേണ്ട റവന്യൂ അവർക്ക് കിട്ടും. അങ്ങനെ അത് പറയാറുണ്ട്, അത് സംഭവിക്കാറുമുണ്ട്. അപ്പോൾ ഇനി കൂട്ടാൻ പറ്റാത്ത പരുവത്തിലാണ് മദ്യത്തിൻ്റെ വില നിൽക്കുന്നത്. പിന്നെ നമുക്ക് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാൻഡ് ടാക്സ് ആണ്. ലാൻഡ് ടാക്സ് ഇവിടെ മാക്സിമം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ ഈ മോട്ടോർ വെഹിക്കിൾ ടാക്സ് എന്ന് വെച്ചാൽ അതിൻ്റെ 50% അത് GSTയിലാണ്. അതല്ലാതെ നമുക്ക് കിട്ടാവുന്നത് ഇലക്ട്രിസിറ്റി ഇതാണ് കിട്ടാറുണ്ട്. അതായത് നമുക്കിവിടെ പെട്രോളിയം ടാക്സ്, പിന്നെ രണ്ടാമതുള്ളത് മദ്യം, മൂന്നാമതുള്ളത് ഇലക്ട്രിസിറ്റി, നാലാമത്തത് ലാൻഡ്. ഈ പറയപ്പെട്ട നികുതികളൊക്കെ ഇവിടെ മാക്സിമം ഉയർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നികുതി കൂട്ടി ഇനി വരുമാനം ഉണ്ടാക്കാൻ നിവൃത്തിയില്ല. പക്ഷേ ഉള്ള നികുതി കൃത്യമായിട്ട് പിരിച്ചെടുത്ത്, ഈ പറഞ്ഞില്ലേ 22,000 രൂപയുടെ കുടിശ്ശിക കിടക്കും, അതൊക്കെ കുടിശ്ശിക 22,000 കോടിയുടെ കുടിശ്ശിക എന്ന് വെച്ചാൽ അത് പിരിച്ചെടുത്താൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. അതെ. അപ്പോൾ അങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ധനപ്രതിസന്ധി പതുക്കെ, ഒരു വർഷം കൊണ്ടൊന്നും കടന്നു പോവില്ല. പക്ഷേ ഞാൻ ജെയിംസ് ഓട്ടിസൻ്റെ ഒരു കഥ പറഞ്ഞില്ലേ, രാഷ്ട്രീയം. അപ്പോൾ ഇനി UDF വരുന്നെങ്കിലും UDFിലുള്ള എല്ലാവരും പരിശുദ്ധരാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിനകത്തും ഈ കൈയിട്ട് വാരാൻ ആഗ്രഹമുള്ളവരും പണം ഉള്ളവർ കാണും. ജെയിംസ് ഓട്ടിസൺ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയത്തിൻ്റെ ലോകത്തുള്ള എല്ലാ രാഷ്ട്രീയ മേഖലകളിലും രാഷ്ട്രീയത്തിൽ തലപ്പത്തേക്ക് വരുമ്പോൾ പണ്ടത്തെ നേതാക്കന്മാരെ പോലെയല്ല. പണ്ടത്തെ നേതാക്കന്മാർ മഹാത്മാഗാന്ധിയെ പോലെയുള്ളവർ ഒരു ഉടുപ്പുള്ളവൻ ഒന്നും ഇല്ലാത്തവന്, 2 ഉടുപ്പുള്ളവൻ ഒന്നും ഇല്ലാത്തവൻ ഒന്ന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എന്താ, ഉദാഹരണത്തിന് നമ്മുടെ നെഹ്റു കുടുംബം ഓർക്കുക. അവരുടെ കുടുംബ സ്വത്തെടുത്താണ് രാജ്യഭരണത്തിന് വേണ്ടിയിട്ട്. ഇപ്പം നെഹ്റു മ്യൂസിയം ഒക്കെ, ഇപ്പം ആ പേരിന് നെഹ്റു മ്യൂസിയത്തിൻ്റെ പേര് മാറ്റി. പക്ഷേ നെഹ്റു മ്യൂസിയം ഒക്കെ നെഹ്റുവിൻ്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന സ്വത്ത് കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയതായിരുന്നു. അങ്ങനെയുള്ള നേതാക്കന്മാരെ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഉള്ള നേതാക്കന്മാരൊക്കെ ജെയിംസ് ഓട്ടിസൺ പറയുന്നത് പോലെയുള്ള നേതാക്കന്മാരാണ്. അതായത് ഗ്രീഡ്, പ്രൈഡ്, ലസ്റ്റ്, ഗ്ലിട്ടണി, എൻവി, പിന്നെ സ്ലോത്ത്. ഒന്നുകൂടെ പറയാം, ജെയിംസ് ഓട്ടിസൻ്റെ പുസ്തകത്തിൻ്റെ പേര് തന്നെ 7 Deadly Economic Sins, 7 മാരക സാമ്പത്തിക പാപങ്ങൾ. ഏതൊക്കെയാണ് 7 മാരക സാമ്പത്തിക പാപങ്ങൾ? പ്രൈഡ്, അഹങ്കാരം; ഗ്രീഡ്, ആർത്തി; ലസ്റ്റ്, കാമം; എൻവി, അസൂയ; ഗ്ലുട്ടണി, അത്യാർത്തി; റാത്ത്, ഉഗ്രകോപം; പിന്നെ സ്ലോത്ത്, അലസത. ഇതാണ് ഈ പറയപ്പെട്ട 7. ഈ 7 തിന്മകളും എല്ലാ അതായത് രാഷ്ട്രീയത്തിൽ എത്തി കളിക്കുമ്പോൾ എല്ലാ നേതാക്കന്മാരെയും ചിലരിൽ വളരെ കൂടുതലായിരിക്കും, ചിലരിൽ കുറച്ച് കുറവായിരിക്കും, എങ്കിലും ഇതെല്ലാവരെയും ബാധിക്കും. അപ്പോൾ ഇനി ഒരു UDF ഗവൺമെൻറ് വന്നാലും അതിൽ പലരും ഇത്തരക്കാർ കാണും. നമുക്ക് ഒന്നാമത് പല ഇത് കൂടിയിട്ടാണ്. അതായത് ഈ എന്താ പറയുക, എല്ലാവരും ഒരു സങ്കരമാണല്ലോ, ഒരൊറ്റ പാർട്ടി അല്ലല്ലോ. അപ്പോൾ ഈ പല പാർട്ടികൾ ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു ഗവൺമെൻറ് ആകുമ്പോൾ
നാച്ചുറലി പല തരക്കാരും പല സ്വഭാവക്കാരും ഒക്കെ കാണും. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു ഒരു കളത്തിൻ്റെ പടുകുഴിയിൽ കടുത്ത ധനപ്രതിസന്ധിയിലാണ് കേരളം ഇപ്പോഴുള്ളത്. ഏത് ഗവൺമെൻറ്റാണ് ഇനി അടുത്ത ഭരണത്തിൽ വരുന്നത് എങ്കിലും ആ ഗവൺമെൻറ് ഒരു എന്താ പറയുക, മുങ്ങിത്താഴുന്ന ഒരവസ്ഥയിലായിരിക്കും. അവിടെ നിന്ന് കര കയറി വരാൻ വളരെ ബന്ധപ്പെടേണ്ടി വരും.